Hi friends, welcome to Craft Wonders. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഹാൻഡ് വാഷ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത് ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് 2.5 ലിറ്റർ ഹാൻഡ് വാഷ് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു സോപ്പാണ്. സോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് സോപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ലെക്സ്, ലൈഫ് ബോയ്, ഡെറ്റോൾ സോപ്പ്, ഏത് സോപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ സോപ്പ് കേമി എന്ന് പറഞ്ഞൊരു സോപ്പാണ്. അത് 125 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഒരു മീഡിയം സൈസ് സോപ്പിനൊക്കെ 125 ഗ്രാമുള്ള സോപ്പ് തന്നെയാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ സോപ്പ് എടുത്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. എത്ര ചെറിയ പീസായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ചെറിയ തരിയാക്കിയിട്ട് നമ്മൾ ചെയ്യണം. ഇനിയിപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കി ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ലത് ഇങ്ങനെ തരിയായി ചെയ്താൽ അത്രയും നല്ലത്. ഇത് നമുക്ക് വേണ്ടത് വെള്ളമാണ്. വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 100 ഗ്രാമിൻ്റെ സോപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ 2 ലിറ്റർ വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ നോർമൽ സോപ്പൊക്കെ ഒരു 125 ഗ്രാമിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് 2.5 ലിറ്റർ എടുക്കണം. അതായത് ഇപ്പം നമ്മൾ 50 ഗ്രാം സോപ്പാണെങ്കിൽ 1 ലിറ്റർ, 100 ഗ്രാം സോപ്പാണെങ്കിൽ 2 ലിറ്റർ. ഇപ്പോൾ 125 ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2.5 ലിറ്റർ വെള്ളമാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക. നന്നായി വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത സോപ്പിൻ്റെ പൊടി ഉണ്ടല്ലോ അതിങ്ങനെ ഇട്ട് കൊടുക്കുക. സോപ്പ് ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് വെള്ളത്തിൽ ഇതിങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സോപ്പ് നന്നായിട്ട് വെള്ളത്തിൽ നന്നായി മെൽറ്റായിട്ട് വരണം, നന്നായി മിക്സായിട്ട് വരണം. നന്നായി മെൽറ്റായതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോപ്പ് നന്നായിട്ട് വെള്ളത്തിൽ മെൽറ്റായിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് മെൽറ്റാവണം. ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ഒരു 2 ടീസ്പൂൺ ഗ്ലിസറിൻ എടുക്കുക. എന്നിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളൊരു 2.5 ലിറ്ററിൻ്റെ ഇതാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടത് നമുക്കൊരു 2 ടീസ്പൂൺ ഗ്ലിസറിനാണ് വേണ്ടത്. അതായത് 2 ലിറ്റർ 2.5 ലിറ്ററിനൊക്കെ നമുക്കൊരു 2 ടീസ്പൂൺ ഗ്ലിസറിൻ മതിയാകും. ഈ ഗ്ലിസറിൻ നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും. ഒരു ചെറിയ കുപ്പിയൊക്കെ വാങ്ങിച്ചാൽ മതി, അധികം വില ഒന്നും വരുന്നില്ല. ശരിക്കും നമുക്ക് ഈ ഒരു സോപ്പിനിപ്പോൾ ഒരു 30 രൂപയൊക്കെ ആണ് ഈ സോപ്പ് മാക്സിമം വരിക. അതുപോലെ തന്നെ ഗ്ലിസറിൻ ആയാലും എനിക്ക് തോന്നുന്നു ഒരു 5 രൂപ 10 രൂപ ഒക്കെയാണ് മാക്സിമം വരുന്നത് ചെറിയ കുപ്പിക്ക്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചിലവ് ചുരുക്കി വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ഹാൻഡ് വാഷ് നമുക്കിതുപോലെ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഗ്ലിസറിൻ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മണിക്കൂർ നമ്മൾ അടച്ച് വെക്കണം. ഇനി അനക്കാതെ നമ്മൾ അടച്ച് വെക്കണം. ഇനി നമുക്കിതൊരു 10 hours നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതൊരു 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് ചെറുതായി ഒന്ന് കട്ടി കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കട്ടി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചത് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാലോ ഹാൻഡ് വാഷിൻ്റെ ലൂസ് നിങ്ങൾക്കറിയാലോ, അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹാൻഡ് വാഷ് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് ലൂസിലൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ നന്നായി ആ കട്ടൊക്കെ ഇളക്കി നോക്കിയിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടി കൂടി തോന്നുകയാണെങ്കിൽ മാത്രം വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഞാൻ പറഞ്ഞ കണക്കിന് എടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് വരും. ഇനി നമുക്കിത് കുപ്പികളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിൽ പഴയ ഹാൻഡ് വാഷിൻ്റെ കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒഴിച്ച് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം.
കണ്ടല്ലോ, ഇത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. നമുക്ക് ഒരു സോപ്പിൽ നിന്നാണ് നമുക്ക് 2.5 ലിറ്ററോളം ഹാൻഡ് വാഷ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വില വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു കോവിഡ് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഹാൻഡ് വാഷ്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ നമുക്കിതുപോലെ ഒരു സോപ്പ് ഉപയോഗിച്ച് ഇത്രയധികം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ, ഉണ്ടാക്കി നോക്കുക. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സോപ്പും ഗ്ലിസറിനും വെള്ളം, ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.